ഹലോ, ഇന്ന് ഗിൽറ്റി ഷീറ്റ് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാം. ഞാൻ യെല്ലോ ഗിൽറ്റി ഷീറ്റും റെഡ് ഗിൽറ്റി ഷീറ്റാണ് എടുത്തത്. പിന്നെ ഒരു പേപ്പറിൽ ലീഫ് കട്ട് ചെയ്തെടുക്കാം. ആ ലീഫ് നമ്മുടെ യെല്ലോ ഗിൽറ്റി ഷീറ്റിൻ്റെ മേലെ വെച്ചിട്ട് ഒരു 8 വരച്ച് എടുക്കാം. ഇതുപോലെ ഞാൻ റെഡ് ഗിൽറ്റി ഷീറ്റിൻ്റെ മേലെ ഒരു 8 വരച്ച് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ 8 വരച്ചിട്ടുണ്ട്. എന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ റെഡ് കട്ട് ചെയ്തതും ഇതിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം. എന്നിട്ട് റൗണ്ടിലൊരു ഗിൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കാർഡ്ബോർഡിന് നടുവിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഓരോ റെഡ് ലീഫായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കൊന്ന് ഭംഗി കൂട്ടണമെങ്കിൽ സൈഡിൽ തെർമോക്കോൾ ബോൾസോ മുത്തോ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിലൊന്നും ഇല്ലായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ സൈഡ് കാണുന്നിടത്ത് ഞാൻ യെല്ലോ ഗിൽറ്റി ഷീറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. തെർമോക്കോൾ ബോൾസും മുത്തും വേണമെന്നൊന്നുമില്ല. പിന്നെ ഇതൊരു സിമ്പിൾ ക്രാഫ്റ്റാണ്. ഗിൽറ്റി ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ യെല്ലോ ഗിൽറ്റി ഷീറ്റും ഒട്ടിച്ച് തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞാൻ നടുവിൽ ഒരു ഫ്ലവറും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂട്ട് ക്രാഫ്റ്റ് എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.